JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഈ തസ്തികകളിലേക്കുള്ള പരീക്ഷ 24/8/2024 നടക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ധാരാളം ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിനി ആകെ ലഭിക്കാൻ പോകുന്നത് 60 ദിവസമാണ് അല്ലേ. ഈ 60 ദിവസത്തിനുള്ളിൽ നമുക്ക് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുകയും വേണം, ഏറ്റവും ടോപ്പ് റാങ്കിൽ എത്തുകയും വേണം. അതാണ് നമ്മുടെ ലക്ഷ്യം. എങ്ങനെയാണെങ്കിലും എങ്ങനെ പഠിച്ചാലും നമുക്ക് ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ വരണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യം മുൻനിർത്തി വേണം നമ്മൾ പഠിക്കാൻ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതിന്റെ സിലബസിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. സിലബസിൽ ഹിസ്റ്ററി 5 മാർക്കാണ്, ജിയോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്ക്, കേരള ഗവേണൻസ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ 5 മാർക്ക്, ലൈഫ് സയൻസ് പബ്ലിക് ഹെൽത്ത് 4 മാർക്ക്, ഫിസിക്സ് 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്, ആർട്സ് കൾച്ചർ സ്പോർട്സ് 4 മാർക്ക്, കറണ്ട് അഫയേഴ്സിന് 8 മാർക്ക്, അതുപോലെ തന്നെ മാത്സ് 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 20 മാർക്ക്. ഇങ്ങനെയാണ് 100 മാർക്കിന്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വരുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തിൽ നിങ്ങൾ കുറച്ചുകൂടി അതിന് വേണ്ടിയിട്ട് പ്രത്യേക സ്റ്റഡി പ്ലാനിൻ്റെ അകത്ത് ഞാൻ പ്രത്യേക ദിവസം മാറ്റി വെക്കുന്നില്ല. നിങ്ങൾ എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു പോക്കറ്റ് ഡയറി പ്രത്യേകമായിട്ട് കരുതുക. ഇപ്പോൾ തന്നെയാണെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ പുതിയ മന്ത്രിമാരെല്ലാം വകുപ്പുകളും മന്ത്രിമാരൊക്കെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ എല്ലാവർക്കും, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടായിരിക്കണം. അതുവേണ്ടിയിട്ടുള്ള വകുപ്പുകൾ ഓരോ മന്ത്രിമാരും പുതുതായിട്ട് വന്നുള്ള മന്ത്രിമാരും അവരുടെ വകുപ്പുകളൊക്കെ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കാൻ എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു പ്രാധാന്യം നൽകി പഠിക്കണം. കാരണം വെച്ചാൽ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. അതിന്റെ ക്ലാസ്സുകൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എക്സാം ക്രാക്കറായിട്ട് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനുകളൊക്കെ ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് പ്രത്യേകമായ പ്രാധാന്യം കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ദിവസം മാറ്റി വെച്ചാൽ അതിൻ്റെ 20 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 15 ദിവസം നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. ആദ്യത്തെ 15 ദിവസം നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. കാരണം വെച്ചാൽ മറ്റു ടോപ്പിക്കുകളൊക്കെ തന്നെ നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് കൂടുതൽ സമയം മാറ്റി വെക്കുക. അപ്പോൾ ഒരു 15 ദിവസം നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതുപോലെ തന്നെ മലയാളം നിങ്ങളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആണെങ്കിൽ പോലും നമ്മൾ പുതുതായിട്ട് ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ ഞാൻ റാങ്ക് ഫയലിനകത്ത് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു 5 ദിവസം നിങ്ങൾ മാറ്റിവെക്കുക. കൂടാതെ ഇംഗ്ലീഷിനെ ആണെങ്കിൽ പോലും സാധാരണഗതിയിൽ പല ക്വസ്റ്റ്യനുകളും നിങ്ങൾക്ക് അറിയാം. പരീക്ഷ സ്ഥിരമായിട്ട് PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇംഗ്ലീഷിലൊക്കെ ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യനുകൾ സ്ഥിരമായിട്ട് പിന്നീട് ആവർത്തിച്ച് വരാറുണ്ട്. When I reached the railway station, the train had left. അത് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് സ്റ്റാർട്ടിങ്ങിലോ അല്ലെ എൻഡിങ്ങിലോ ഒരു ബ്ലാങ്ക് ഇട്ട് അവിടെ ചേർക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രൊപ്പോസിഷൻസ് അല്ലെങ്കിൽ ചേർക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ സ്ഥിരമായിട്ട് ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യനുകളുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു 5 ദിവസം നിങ്ങൾ മാറ്റിവെക്കുക. പിന്നെ ചില ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയാറുണ്ട് മാത്സ് ഭയങ്കര പ്രയാസമാണ്, അത് ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കൂടുതൽ ദിവസം ആവശ്യമാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെ വരുമ്പോൾ മാത്സിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ കൂടുതൽ വേണ്ട ഉദ്യോഗാർത്ഥികൾ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് സമയം മാറ്റിവെക്കുക. അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പരീക്ഷാ സമയത്ത് നിങ്ങൾ പരീക്ഷാ ഹാളിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കണക്ക് പ്രയാസമായ കുട്ടികൾ അവസാനത്തേക്ക് മാറ്റിവെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനം എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്സ് എഴുതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം സമയം കിട്ടാതെ വരും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അടുത്തതായിട്ട് അടുത്ത വരുന്നത് ഹിസ്റ്ററിക്ക് ഒരു 2 ദിവസം നിങ്ങൾ മാറ്റിവെച്ചാൽ മതി. കാരണം വെച്ചാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് 2 ദിവസം മാറ്റിവെച്ചാൽ മതിയാവും. പിന്നെ ജിയോഗ്രഫിക്കും ഒരു 2 ദിവസം
മതിയാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ ടോപ്പിക്കും കവർ ചെയ്യാൻ പറ്റും. അതിനുള്ള രീതിയിലാണ് ടോപ്പിക്കുകളൊക്കെ ഉള്ളത്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓൾറെഡി. അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം കവർ ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ എക്കണോമിക്സിന്റെ ആണെങ്കിലും ഒരു 2 ദിവസം നിങ്ങൾക്ക് കവർ ചെയ്താൽ ആ ടോപ്പിക് എല്ലാം തന്നെ കവർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ ഞാൻ തയ്യാറാക്കിയ റാങ്ക് ഫയലിലാണെങ്കിൽ ഇതുപോലെ ഈ ഓരോ ടോപ്പിക്കും തിരിച്ച് ക്വസ്റ്റ്യനുകൾ ആൻസേഴ്സ് ആയിട്ട് കൃത്യമായിട്ട് എല്ലാത്തിലും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ റാങ്ക് ഫയൽ നോക്കിയാൽ കൃത്യമായിട്ട് എല്ലാം തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം തന്നെ പലയിടത്തുനിന്ന് സെർച്ച് ചെയ്തെടുത്ത് അത് ഒന്നിച്ചു വരുത്തി പഠിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ടോപ്പിക്ക് തിരിച്ച് ഞാൻ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം തന്നെ തയ്യാറാക്കിയിട്ടുള്ളതിനാൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് തിരിച്ച് കൃത്യമായിട്ട് തന്നെ പഠിക്കുന്നതിന് ഓരോന്നും ഹെഡിങ് തിരിച്ച് പ്രത്യേകമായിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തയ്യാറാക്കിയിട്ടുള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് അതിന് വേണ്ടിയിട്ട് ഒരു 2 ദിവസം മാറ്റി വെക്കുക. അപ്പോൾ ആർട്സ്, സ്പോർട്സ്, കൾച്ചർ അതിന് വേണ്ടിയിട്ട് ഒരു 2 ദിവസം മാറ്റി വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഇത്രയും ദിവസം നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ രീതിയിൽ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കൂടാതെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വീക്കെൻഡിൽ റിവിഷൻ നടത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വീക്കെൻഡിൽ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓരോന്നും കൃത്യമായിട്ട് വീക്കെൻഡിൽ റിവിഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മോഡൽ എക്സാമുകൾ ചെയ്ത് പഠിക്കുക എന്നുള്ളത്. മോഡൽ എക്സാമുകൾ കൃത്യമായിട്ട് ധാരാളം മോഡൽ എക്സാമുകൾ ചെയ്ത് പഠിച്ചാൽ നമ്മൾ എക്സാമിനേഷൻ ഹോളിനകത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് കീപ്പ് ചെയ്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെയുള്ള ചില ഗുണങ്ങളൊക്കെ മോഡൽ എക്സാമുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ പ്രത്യേകം ഒരു ഗുണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോഡൽ എക്സാമുകൾ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ റിവിഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റിവിഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് പ്രത്യേക പരിഗണന നൽകി 20 മാർക്കുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്, അതിന് കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഉയർന്ന റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തി റാങ്ക് ഫയൽ ഉണ്ട്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാനും ഉയർന്ന റാങ്കിൽ എത്തിച്ചേരാനും അടുത്ത വർഷം തന്നെ ജോലി കയറാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി നിർത്തട്ടു. നന്ദി, നമസ്കാരം.